എന്താ അമ്മാവാ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പണിയൊക്കെ നന്നായി നടക്കുന്നില്ലേ? എന്താടാ മോനെ, നിന്റെ പ്രേമൊക്കെ എന്തായി? ഇങ്ങനെ പോന്നു. അങ്ങനെ പോട്ടെ. എടോ, നിങ്ങളോടൊക്കെ 4 ദിവസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതല്ലേ, എന്നിട്ട് നേരെ ചൊവ്വേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതുവരെ തീർന്നില്ലേ? വേഗമാവട്ടെ. അത് ചന്ദനം, ആരതി, കുങ്കുമം, പിന്നെ അദ്ദേഹത്തിന് 2 ജോഡി മുണ്ടും ഇങ്ങെടുത്തോ. പെട്ടെന്നാവട്ടെ. എന്നെ വിളിപ്പിച്ചിരുന്നോ? എടാ, നീ ദിലീപ് അല്ലേ? നിന്നെ കണ്ടാ തിരിച്ചറിയുന്നില്ലല്ലോടാ. ഡൽഹിയുടെ പരിഷ്കാരം നിന്റെ തലയ്ക്കും പിടിച്ചല്ലേ? എത്ര ദിവസമായടാ ഡൽഹിയിൽ നിന്ന് വന്നിട്ട്? ഒരു 4 ദിവസമായി അങ്ങുന്നേ. ദീപാവലിക്ക് വന്നതാ. എന്നിട്ട് ഇപ്പോഴാ ഒരു ഒഴിവ് കിട്ടിയത്. അതും ഞാൻ വിളിച്ചോണ്ട് മാത്രമല്ല, നീ എത്തിയ ദിവസം മുതൽ നിന്റെ വീട്ടുകാരിയെയും ജോലിക്ക് കണ്ടില്ല. മുതലാളിച്ചയുടെ വല്ല വിവരവും ഉണ്ടോ? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി അവൾ ജോലിക്ക് വരില്ല സാറേ. സാറോ? ഇതെന്താടാ പുതിയൊരു വിളിയൊക്കെ? 10 പുത്തനൊക്കെ ആയപ്പോഴേക്കും നിന്റെ യോഗ്യതയും നിലയും വിലയൊക്കെ മറന്നു അല്ലേ? ഞാൻ തമ്പുരാനിൽ നിന്ന് സാറായല്ലേ? അതിരിക്കട്ടെ, എന്താ അവള് വരില്ലെന്ന് പറഞ്ഞത്? നീ ഡൽഹി മാടുമേക്കാൻ പോയിട്ട് 4 വർഷമല്ലേ ആയുള്ളൂ. ഇത്രയും കാലം നിന്റെയൊക്കെ അടുപ്പ് പുകഞ്ഞത് ഇവിടുത്തെ ചട്ടിയും കലവും കഴുകിയിട്ട് തന്നെയല്ലേ? ഇനിയിപ്പോ നീ വീണ്ടും ഡൽഹിക്ക് പോവില്ലേ? അപ്പോഴും അവൾക്ക് ഇവിടെ തന്നെയല്ലേ ആശ്രയമുള്ളൂ? അതിന്റെ ആവശ്യം ഇനി ഉണ്ടാവില്ല സാറേ. അതെന്താ? അപ്പം നീ അവളെയും ഡൽഹിക്ക് കൂട്ടിക്കൊണ്ടു പോവാണോ? അതിനു മാത്രം സമ്പാദിക്കുന്നുണ്ടോ താൻ? അതല്ല ചേട്ടാ, ഞങ്ങളുടെ കൂട്ടുകാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ചില തീരുമാനം എടുത്തു. ഇനി ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഈ വലിയ വീട്ടിലെ അടിമപ്പണി ചെയ്യാൻ വരില്ല. കേട്ടില്ലേ തമ്പുരാനെ? നേരിൽ കാണുമ്പോ പറയുന്ന നമസ്കാരം പോലും മറന്നിരിക്കുക. മര്യാദയൊക്കെ പമ്പടന്നിരിക്കുന്നു. പോരാത്തേന് ഇവറ്റകളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇനി പണിയെടുക്കാനും വരില്ല അത്രേ. ഈ നിലയ്ക്ക് പോവാണോ തമ്പുരാനെ? ഒരു ദിവസം നമ്മുടെ ജാതിന്ന് പെണ്ണ് ചോദിക്കാൻ പോലും മടിക്കില്ലേ ഇവറ്റങ്ങള്? അതും കാണേണ്ടി വരും. ഇതിപ്പോ വേറെ പലരും തുടങ്ങിയിട്ടുണ്ട്. അവര് നമ്മുടെ ജാതിക്കാരാണെന്നാ പറയുന്നേ. വന്ന് ആരാ തമ്പുരാക്കന്മാര്, ആരാ അടിയാളന്മാരെന്നൊന്നും തിരിച്ചറിയാണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയൂടാ. കാക്കയുടെ പുറത്ത് എത്ര വില കൂടിയ എണ്ണ വേണമെങ്കിലും തേച്ചോ, അല്ലെങ്കിൽ ബ്യൂട്ടി ക്രീം തേച്ചു നോക്ക്, കാക്ക തന്നെ ആയിരിക്കും. ഒരിക്കലും കൊക്കാവാൻ പോകുന്നില്ല. ഇപ്പോഴും നിങ്ങളൊക്കെ പഴയ കാലത്താ ജീവിക്കുന്ന റായ് സാറേ. ഈ 4 ചുവരിന്റെ പുറത്തൊന്ന് ഇറങ്ങി നോക്ക്. ലോകം ഒരുപാട് മാറിയത് കാണാം. അതിനനുസരിച്ച് സ്വയം മാറുന്ന നല്ലത്. അല്ലെങ്കിൽ പിന്നീട് പണി കിട്ടും. പോട്ടെ, ഞങ്ങളുടെ വീട്ടിലും വിശേഷവും പണികളൊക്കെ ഉണ്ട്. അവിടെ നിന്നേടാ. സ്വന്തം നിലയും വിലയും ഒക്കെ മറന്നോ നീ? ആനപ്പാപ്പാനായിരുന്നു നിന്റെ അപ്പൻ. ഇവിടെ എന്റെ കാൽ കീഴിൽ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് വരെയും എന്റെ ഈ വീടിന്റെ പടിക്കൽ ഉണ്ടായിരുന്നു അവൻ. അറിയാവോ നിനക്ക്? അതോ മനഃപൂർവ്വം മറന്നോ തന്തയ്ക്ക് പിറക്കാത്ത പട്ടി? തന്തയ്ക്ക് വിളി എന്നോട് വേണ്ട റായ് സാറേ. മാറിയിരിക്കടാ. എന്റെ ദേഹത്ത് നിന്റെ നിഴൽ പോലും വീഴരുത്. ആനയൊന്നും ഇപ്പൊ തറവാട്ടിലില്ല റായ് സാറേ. ഇപ്പൊ വെറും ചങ്ങല് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് മാലയാക്കി കഴുത്തിലിട്ട് പഴയ കാലം ഓർത്ത് ജീവിക്കേ, അല്ലെങ്കിൽ അതിൽ കെട്ടി തൂങ്ങിക്കോ. നിങ്ങൾക്കിനി ഈ 2 വഴിയേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെയൊക്കെ നേള് വീണി ഈ ബീഹാർ മൊത്തം തണലായിരിക്കുക. അറിയാലോ അല്ലേ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഏത് ജാതിക്കാരനാണെന്ന്? വരുമ്പോ പറയാൻ വിട്ടുപോയെങ്കിലും പോകുമ്പോഴെങ്കിലും ഇരിക്കട്ടെ. നമസ്കാരം.
ഓ, സമാധാനായി. ദേ ഇത് കണ്ടോ? കൊള്ളാലോ. എന്നാലും എത്ര ദിവസം കഴിഞ്ഞിട്ടാ കരിമൂർഖിന്റെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത്. മിസ്റ്റർ രാജി പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ എന്ത് പണിയാണാവോ തരാൻ പോകുന്നത്? നല്ല പണി തന്നെ. എഴുതിയത് കേട്ടോ? രാഷ്ട്രീയ ജൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ ഗൗരിശങ്കർ പാണ്ഡെ സംസാരിച്ചു. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള സംഘർഷവും സഹകരണവും രണ്ടും ഉത്തമമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷണമാണ്. അതെയോ? ആ, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജാതീയ സംഘർഷങ്ങൾ, മറ്റു കലാപങ്ങൾ എന്നിവയുടെ പരിഹാരത്തിനായി സ്വന്തം സർക്കാരിൽ തന്നെ നിരന്തര സമ്മർദ്ദം ചെലുത്തും. ഒന്ന് പറഞ്ഞേ, ഇയാൾ പാർട്ടി അധ്യക്ഷനാണോ അതോ പ്രതിപക്ഷ നേതാവോ? ആ നവീൻ ഈയിടെയായി കാര്യമായി കരിമൂർഖന്റെ ചെവി കടിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് കരിമൂർഖൻ ഈ ഫ്രണ്ട് പേജിൽ ചീറ്റിയിരിക്കുന്ന വിഷം മുഴുവൻ ആ നവീൻ അയാളുടെ വായ തുറന്ന് നിറച്ചു കൊടുത്താ. നമ്മളിത്തിരി സൂക്ഷിക്കുന്നത് നല്ലത്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചില്ലേ മിസ്റ്റർ രാജി? അല്ല, ഞാൻ അങ്ങോട്ട് എന്താ പറഞ്ഞ, സാർ ഇങ്ങോട്ട് എന്താ ചോദിക്കുന്നേ? മിസ്റ്റർ രാജിക്ക് ചെവി കേൾക്കില്ലേ? വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തില്ലേ എന്നാ ചോദിച്ചത്. പിന്നെ എടുക്കാതിരിക്കോ? കളിപ്പാട്ടങ്ങൾ, തുണിമണികൾ, കേക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ റാണിക്കുള്ള ബനാറസ് സാരിയോ? ബനാറസ് വാങ്ങിയില്ല, അത് കോമൺ അല്ലേ. പകരം ഞാൻ ഇത് വാങ്ങി. അവതരിക്കില്ല, ഉറപ്പാ. भीमा भारती जिंदाबाद जिंदाबाद 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 भीमा भारती അല്ല, जिंदाबाद ഇതാരെ കുഞ്ഞമ്മയോ? സുഖല്ലേ? സിഎം സാർ, സ്വന്തം ഗ്രാമത്തിലെത്തിയപ്പോ എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്റെ ചങ്ങാതി സ്വന്തം നാട്ടിലെത്തുമ്പോ ആർക്കെങ്കിലും സങ്കടം തോന്നൂ? ഈ ഗ്രാമം, ഇവിടത്തെ വഴികള്, പാടം, പറമ്പ്, ഇവിടൊക്കെ ഓടിച്ചാടി നടന്നിട്ട് തന്നെയാ ഞാൻ വളർന്നത്. ഇവിടെ വരുമ്പോ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് പക്ഷി സ്വന്തം കൂട്ടിലെത്തി കഴിഞ്ഞു എന്നാ. भीमा भारती जिंदाबाद भीमा സർ, भारती സർ, ഒന്ന് जिंदाबाद ഹലോ, മതി 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 ചേട്ടച്ചാരേ, മതി മതി മതി. വളരെ വളരെ നന്ദി, മതിന്നേ. വളരെ സാറേ, അധികം നിക്ക്, നന്ദി. നിക്ക്. ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. എല്ലാവർക്കും കാണാം. ആദ്യം വീട്ടിൽ കയറട്ടെ, എന്നിട്ട് കാണാമല്ലോ എല്ലാവർക്കും. റാണി മേഡത്തിനെയും കുട്ടികളെയൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ ഒരു കഥയാണ് എന്റെ മിശ്രാജി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഗുരുവായൂരപ്പ, ആരാ ഇങ്ങനെ ഈ വാതില് തല്ലി പൊളിക്കുന്നേ? അതെങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ റാണി, ഈ വാതിലൊന്ന് തുറക്ക്. ഇത് ഞാനാ. ആരാ? എടി, ഞാനാണെന്ന്. ഞാനാണെന്ന് വെച്ചാ ആരാ? റാണി, കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും വിചാരിക്കല്ലേ, നിങ്ങൾ ആരാണെന്ന് പിടികിട്ടിയിട്ടില്ല. പിന്നെ ഇതൊരു വീടാണ്, മനസ്സിലായോ? സത്രമൊന്നുമല്ല. വഴിയെ പോകുന്നവർക്കൊക്കെ കേറി ഇറങ്ങി നിറങ്ങാനായിട്ട്. പൊയ്ക്കോ ഇവിടുന്ന്. എടി. ഹലോ സൂര്യപ്രകാശ്, മിസ്റ്റർ ജയപ്രകാശ്, മിഠായും കളിപ്പാട്ടങ്ങളൊക്കെ വേണമെങ്കിൽ വേഗം വാ. നല്ല കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റോഷിനി, നിനക്ക് ഇഷ്ടപ്പെട്ട മണമുള്ള സെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ, അച്ഛനെ എന്താ അകത്തോട്ട് വിളിക്കാത്തെ? അതിന് അച്ഛന്റെ മുഖം ഓർമ്മയുണ്ടോ നിനക്ക്? ആ, നിന്നെ അന്ന് കാട്ടിൽ വെച്ച് പാമ്പ് കടിച്ചില്ലേ? അപ്പൊ അച്ഛ അച്ഛന്ന് വിളിച്ചോ അതോ അമ്മ അമ്മയെന്ന് വിളിച്ചാണോ കരഞ്ഞത്? അമ്മേ, അങ്ങനെ അച്ഛനെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛന് ഇഷ്ടപ്പെട്ട സാധനം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നേ? അപ്പ അച്ഛനെ കാണുന്നുണ്ട്, എന്നാ കാണുമ്പോ മുഖം വീർപ്പിക്കാൻ വേണം. വായടക്കടി. എന്റെ അടുത്ത് ആവശ്യമില്ലാതെ ബാജു അടിക്കാൻ വരരുത്. ആയിക്കോട്ടെ, തുറന്നു കൊടുത്തേക്കാം.
പോരെ പിന്നെ അമ്മയെന്ന് വിളിച്ച് എന്റെ പുറകെ വന്നാലുണ്ടല്ലോ മൂന്നെണ്ണത്തിനും അച്ഛനെ മതി എന്നെ വേണ്ട. ഇങ്ങേരുണ്ടല്ലോ ആണ്ടിലൊരിക്കൽ കേറി വരും മുഖം കാണിക്കാൻ, എന്നിട്ട് റാണി വാതിൽ തുറക്കുന്നു പറഞ്ഞ് വന്ന് നിൽക്കും. കേറി വന്നേ, വരാൻ വന്നേ. നമസ്കാരം. ഇത് കണ്ടോ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. പിടിക്കേ പിടിക്കേ. നല്ല രസമുണ്ട്. ഇഷ്ടമായ കണ്ടോ എന്റെ ടെഡി ബെയർ എന്ത് രസാന്ന് നോക്ക്. അതിങ്ങതാ ചേച്ചി നോക്കട്ടെ. ഒന്നിങ്ങോട്ട് നോക്കടി, എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. എടി ബോംബെന്ന് പ്രത്യേകം പറഞ്ഞു വാങ്ങിയതാ. അതാ മിസ്രാജിയോട് ഇട്ടോളാൻ പറ, അയാളല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിരം ഭാര്യ. എടി അതിപ്പോ നിന്റെ ദേഷ്യം ഒന്ന് മതിയാക്ക് റാണി. നിന്റെ ദേഷ്യത്തിന് കാരണമുണ്ട്, ഞാൻ സമ്മതിച്ചു. എനിക്ക് പാർട്ടിയുടെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പിള്ളേർ കളിയൊന്നുമല്ല. പിന്നെ മുഖ്യമന്ത്രി കൂടെ ആയപ്പോഴോ ജോലി വീണ്ടും കൂടുതലായി. അപ്പൊ എന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? അഗ്നിസാക്ഷിയായി വലം വെച്ച് 7 വാക്ക് തന്ന ഓർമ്മയുണ്ടോ? അതുപോട്ടെ, എന്റെ അമ്മയോട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോളിനി പേരിന് മാത്രം റാണിയായിരിക്കില്ല, മഹാറാണിയായിട്ട് വാഴിക്കുന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നേ? ആണ്ടിലും അമാവാസിക്കും കേറി വന്നോളൂ സ്നേഹം കാണിക്കാൻ. റാണി, ഇവിടെ ഉള്ള 4 പേരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നാട്ടിലും വീട്ടിലെയും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാ നോക്കുന്നത്. 3 പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, പശുവിനെ ആടിനെ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തണം. സൂര്യ എന്ന് പാമ്പ് കടിച്ചപ്പോ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ജനങ്ങളുടെ കാര്യം നോക്കി നടന്നു. ജനങ്ങളെയാണോ അത് എന്നെയാണോ നിങ്ങൾ കല്യാണം കഴിച്ചേ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. നീ ഇങ്ങനെ കരയരുത്. നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയില്ലെന്നറിയില്ലേ? കരയിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് കണ്ണീര് കാണാൻ കഴിയില്ലെന്നും പറയും. നിങ്ങളെ വിശ്വസിച്ചിറങ്ങുമെന്ന് എന്നെ വേണം പറയാൻ. നീ ഇങ്ങനെ ചൂടാവല്ലേ എന്റെ പൊന്നു റാണി. ഞാനിതാ വാക്ക് തരാ, ഇനി ഒരു പരാതിക്ക് ഞാൻ ഇടതരില്ല. മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തോളാം, പോരെ? കാര്യങ്ങൾ ഏറ്റെടുക്കൂ? ഉറപ്പായിട്ടും. നിങ്ങളോ? അതെ. ഓഹോ, നോക്കാം. ഇതാ പിടിച്ചേ, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കേ. ചെല്ല്. എന്താ നോക്കുന്നേ? പശുവിനെ കറക്കേണ്ട സമയായി. ചെല്ല്, ചെന്ന് പാല് കറന്നുകൊണ്ട് വാ. അപ്പോഴേക്കും നിങ്ങളുടെ പരിവാരങ്ങൾക്ക് തിന്നു മുടിക്കാനുള്ളത് വല്ല ഉണ്ടാക്കട്ടെ ഞാൻ. റാണി, അതൊക്കെ അവര് തന്നെ നോക്കിക്കോളും. പക്ഷെ ഞാനിങ്ങനെ പശുവിനെ കറക്കാനാ? അതെന്താ? എടി, ഞാൻ CM ആണ്, CM. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീ എന്നെ പശുവിനെ കറക്കാൻ പറഞ്ഞാലോ? എന്താ കുഴപ്പം? നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നിട്ട് ഒരു പണിയും ചെയ്യാൻ വയ്യ. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പശുവിനെ കറക്കാറുണ്ട്. ഞാൻ ചെയ്തോളാം. അല്ല റാണി, അവിടെ നിക്ക് നിക്ക് നിക്ക്, അവിടെ നിക്കാൻ. ഞാൻ കറക്കാം. എന്നാ ചെല്ല്, കറന്നോണ്ട് വാ. എന്റെ മിശ്രാജി, ഒന്നും ചോദിക്കല്ലേ. എന്ത് നടന്നാലും ചുമ്മാ കണ്ടോണ്ട് നിന്നോ. പാലുണ്ടല്ലോ അല്ലേ? ആ, ദാ പിടിച്ചോ മഹാറാണി, ശുദ്ധമായ പാല്. കൊള്ളാലോ. പശുവിനെ കറക്കലൊക്കെ മറന്നു കാണുന്ന ഞാൻ കരുതിയെ. എന്റെ 10 വയസ്സ് മുതൽ വീട്ടിൽ പശുവിനെ കറന്നിരുന്നത് ഞാനാ. അതെത്ര പെട്ടെന്നങ്ങ് മറക്കോ? ഇതെവിടെ വെക്കണം? 10 വയസ്സ് മുതൽ പാല് കറന്ന് എവിടെയാ വെച്ചിരുന്നേ? ചെല്ല്, കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ആർക്ക്? ആൾക്കാർക്ക്, അല്ലാതാർക്കാ? റാണി, നീ ഇതെന്നെ കൊണ്ട് പറ്റാത്ത പണി ചെയ്യിപ്പിച്ചെടുക്ക കേട്ടോ. നീ പറഞ്ഞത് വീണ്ടും തുടങ്ങിയല്ലേ? വാദപ്രതിവാദം. നിങ്ങളൊരു കാര്യം പറയും, ഞാനത് എതിർക്കും. അപ്പൊ നിങ്ങൾ വാശി പിടിക്കും, എനിക്ക് ദേഷ്യം വരും. ഇതൊക്കെ നിങ്ങൾക്ക് മതിയാക്കാറായില്ലേ? പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഈയിടെ റേഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഒരു പ്രസംഗം കേട്ടു. അതിലെന്തൊക്കെയോ മുദ്രാവാക്യം പറഞ്ഞല്ലോ. ആദ്യം തരുന്നത് സൂചനയാണ്, അതിനുശേഷം പോരാട്ടമാണെന്നൊക്കെ. എന്താ അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നുമില്ല, ഞാൻ പാല് കൊടുത്തിട്ട് വരാം. മിശ്രാജി,
രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആള് മാറുന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ സൂബയുടെ മുഖ്യമന്ത്രി ശ്രീ ഭീം സിംഗ് ഭാരതിയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലെന്നാ തോന്നുന്നത്. ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ വലിയ വലിയ വാഹനങ്ങളും വലിയ 5 സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ ഹെലികോപ്റ്ററിലുള്ള യാത്രയും മറ്റും സ്വന്തം അവകാശമാണെന്ന് കരുതുന്ന കാലത്താണ് ഇവിടെ CM ഭീം സിംഗ് ഭാരതി തന്റേതായ ശൈലിയിലൂടെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്നത്. നന്നൂപൂർ ഗോപാൽഗഞ്ചിൽ നിന്നും ക്യാമറാമാൻ രാജീവിനൊപ്പം ഞാൻ ഹരീഷ് പാണ്ഡെ, രാഷ്ട്രീയ ന്യൂസ്. എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട് നവീൻ ബാബു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷം അത്ര ശരിയല്ല. ചെറിയൊരു മാറ്റം വന്നോട്ടെന്നേ. ഈ അന്തരീക്ഷം എപ്പോ മാറും? അധികം ധൃതി കൂട്ടാതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂടിപ്പോയാൽ 1-2 വർഷം. നവീൻ ബാബു, എനിക്കറിയാം താങ്കളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്തായാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ചില സത്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ സർ. ഈ ഭീമന്റെ ജനപിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടായത്. അപ്പൊ പിന്നെ അവനും അവന്റേതായ അവകാശം ഉണ്ടാവും. അയ്യേ, കളഞ്ഞ്. എടാ, കണ്ണുപൊട്ടനാണോ നീ? ഒക്കെ നശിപ്പിച്ചു. പുതിയ ഷർട്ടൊക്കെ നാശമാക്കി. മന്ത്രി സാറേ, അത് കഴിച്ചതാ, ഞാൻ കഴുകിത്തരാം. എന്റെ നവീൻ ബാബു, ഞാൻ വീട്ടിൽ ചെന്ന് കഴുകിക്കോളാവുന്നേ. അതിന്റെ ആവശ്യമില്ല, അത് കഴിച്ചതാ, ഞാൻ കഴുകിത്തരാം. വേണ്ടാന്നേ, വീട്ടിൽ ചെന്ന് കഴുകിക്കോളാന്ന് പറഞ്ഞില്ലേ, എന്തിനാ വാശി പിടിക്കുന്നേ? കഴിക്കടാ, അതടിക്ക്. ദേ കണ്ടോ, ഭീം സിംഗ് നാട്ടിൽ പാല് വിട്ടുകൊണ്ട് നടക്കുക. അവനവന്റെ നിലവാരല്ലേ കാണിക്കുക. പക്ഷെ ഇങ്ങനെ ഒരുത്തരെ പാർട്ടി എന്തിനാ CM ആക്കിയെന്നുള്ളതാണ്. അതെന്തിനാണെന്ന് അറിയണോ? ഈടോ, അത് അവന്റെ അവകാശമാണ്. അതെ പ്രേംകുമാർ സാറേ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, നാണിക്കൊന്നും വേണ്ട, വാ. മടിക്കത് ഇങ്ങോട്ട് വാ മനുഷ്യ. ഇവരോടൊക്കെ നമ്മൾ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലായിരുന്നില്ല നവീൻ ബാബു. ദയവായി ഒന്നും തോന്നരുത്. റാസ്കൽ. എടോ, തനിക്ക് ഞാൻ MLA പോസ്റ്റ് ശരിയാക്കി തന്നില്ലേ? ഇലക്ഷന് ചെലവാക്കാനുള്ള ഫണ്ടും റെഡിയാക്കി തന്നു. മന്ത്രി വരെ ആക്കി തീർത്തു. എന്നിട്ട് CM ആകാനുള്ള അവകാശം അവനാണല്ലേ? എന്താണോ, ഞാൻ വെറും മയറിനാണോ? തന്റെ സീറ്റിന് ആർക്കൊക്കെ അവകാശം ഉണ്ടായിരുന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നല്ലോ. റിസൈൻ ചെയ്തേക്കെ, മന്ത്രിസ്ഥാനം വെച്ചിട്ട് പോ. തെറ്റുപറ്റിപ്പോയി നവീൻ ബാബു. മിണ്ടരുത്, അവനല്ലേ അവകാശമുള്ളത്. പിന്നെങ്ങനെ വേണ്ടെന്ന് പറയും? ഏത് കാര്യത്തിലാണ് ഇവൻ എന്നെക്കാളും മുന്നിലായത്? ആ പാൽക്കാരൻ അവൻ എന്നെക്കാളും വിദ്യാഭ്യാസം ഉണ്ടോ? അല്ല സർ. ഇല്ല. എന്തെങ്കിലും സാമർത്ഥ്യം ഉണ്ടോ? ഇല്ല സർ. അതും ഇല്ല. അതോ എന്നെക്കാളും കൂടുതൽ കഴിവും വിവരവും അവനുണ്ടോ? തീരില്ല സർ. അതും ഇല്ല. അപ്പോ എന്റെ അവകാശം ആര് തരൂടോ? താനോ? കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കടോ. അന്തരീക്ഷം മാറിയില്ലെങ്കിലുണ്ടല്ലോ, താൻ എന്തു പറയുന്നതോ അത് ഞാൻ ചെയ്യും. മറിച്ച് സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെ നിയമസഭാ മന്ദിരത്തിലെ എല്ലാവരുടെ മുൻപിൽ വെച്ചേ ഞാൻ എന്റെ ചന്തി കഴിക്കും നിന്നെ കൊണ്ട്. മനസ്സിലായടോ? ഒരു അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ആരാടാ ഈ പാതിരാത്രിയില്? മനസ്സിലായില്ലല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? ഞങ്ങൾ വില കൂടി എണ്ണയും തേക്കാറില്ല, ബ്യൂട്ടി ക്രീമും തേക്കാറില്ല. മൊറേന ഗ്രാമവാസികളെ, ഞാൻ ശങ്കർ മഹത്തോ, ഇവിടെ ചുവന്ന പതാക ഉയർത്തിയ അതേ ശങ്കർ മഹത്തോ. എന്റെ പേര് കേട്ടാൽ അഹങ്കാരികളായ ജന്മിമാരുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഇന്ന്
രാം ശരൺ റോയുടെ വീട്ടുമുറ്റത്ത് ഒരു വലിയ കുറ്റം സംഭവിച്ചിരിക്കുകയാണ്. ദിലീപ് എന്ന ചെറുപ്പക്കാരൻ പിടഞ്ഞു വീഴുന്നത് കണ്ടുനിന്ന സർവരും ആ കുറ്റത്തിൽ പങ്കാളികളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. താണജാതിക്കാർ നിങ്ങളുടെ സേവകരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ ചിന്ത നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് മായ്ച്ചു കളയുക. അവരും മനുഷ്യരാണ്. അവരുടെ അഭിമാനം അടുപ്പിലും പാടത്തുമായി നിങ്ങൾക്ക് പണയം വയ്ക്കാനുള്ളതല്ല. നിങ്ങളുടെ അന്തഃപുരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങ്, കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങ്, എന്നിട്ട് കണ്ണു തുറന്നു നോക്ക്. പാവങ്ങൾ സ്വന്തം അഭിമാനം സംരക്ഷിക്കുന്നതിനായി ഒരു കയ്യിൽ ചുവന്ന കൊടിയും മറുകൈയിൽ തോക്കും ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവരിനി അനുസരിക്കില്ല, അനുസരിപ്പിക്കുകയേ ഉള്ളൂ. കയ്യിലെടുക്കൂ ആയുധം, തുടച്ചു നീക്കൂ അടിമത്തം. 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 മുറേന പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് നടന്നത്. ഭീംസിംഗ് ഭാരതി സർക്കാർ ഭരണമേറ്റെടുത്തത് മുതൽ സംസ്ഥാനത്ത് വംശഹത്യ കേസുകൾ കൂടി വരികയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാനം താറുമാറായിരിക്കുന്നു. മുഖ്യമന്ത്രി കൊലപാതകികളായ പിന്നോക്കക്കാരുടെ മാത്രം പ്രതിനിധിയാണോ അതോ ബീഹാറിലെ 7 കോടി പൗരന്മാരുടെ സംരക്ഷകനാണോ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. സാർ, രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നത്. ഒരു 20 മുതൽ 30 പേർ വരെ ഉണ്ടായിരുന്നു. 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സാർ. പിന്നെ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സാർ. അവരെയൊക്കെ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് കഥ പറയാനാണോ അതോ തടയാനാണോ? സോറി സാർ. ഞാൻ ആരോടാ സോറി പറയേണ്ടത്? 4 പാട് നിന്ന് ഇനി തുടങ്ങും പ്രതിഷേധങ്ങൾ. അല്ലെങ്കിൽ തന്നെ 3 കാലുള്ള കസേരയിലായി ഇരിപ്പ്. भारती मुर्दाबाद, भारती मुर्दाबाद, भारती मुर्दाबाद, भारती തിരിച്ചു പോകുക, ഭാരതി തിരിച്ചു പോകുക, ഭാരതി തിരിച്ചു പോകുക, ഭാരതി തിരിച്ചു പോകുക. കൂട്ടക്കൊലയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഭീമ ഭാരതി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അനുശോചനം അറിയിച്ചു. എന്നാൽ അതേസമയം പ്രദേശത്ത് മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരം ഉയരുകയും ചെയ്തു. ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ആരോഗ്യമന്ത്രി നവീൻ കുമാർ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സ്വന്തം സർക്കാരിനെതിരായ വിമർശനങ്ങളുമായി സമരം ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നവീൻ ബാബു കളത്തിലിറങ്ങി തകർത്ത് കളിക്കാനും തുടങ്ങി. എന്നിട്ടും ഇങ്ങനെ ചുമ്മാതിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ ഗൗരി സാറേ. പറ്റിയ അവസരമാണ്, ഗോളടിച്ചൂടെ? ഞങ്ങൾ MLA-മാരുടെ ഭാവിയെക്കുറിച്ചും കൂടി ഒന്ന് ഓർക്കണം. രാംകൃപാൽ MLA ആയിട്ട് എത്ര നാളായടോ? 5 വർഷമായില്ലേ? അപ്പൊ ഞാൻ എത്ര കാലമായി രാഷ്ട്രീയം തുടങ്ങിയിട്ട്? 25 കൊല്ലം. എന്നിട്ടും രാഷ്ട്രീയം എന്താണെന്ന് താൻ പഠിപ്പിച്ചിട്ട് വേണോ ഞാൻ അറിയാൻ? എടാ ഈ മണ്ടൻ ജോക്കർ എണീറ്റ് നിന്ന് ഇങ്ങനെ കൈയടിക്കുക, എന്നിട്ട് നീ പറയണത് ഞാനും കൈയടിക്കണം എന്നാണോ? എടാ, എന്റെ പേര് ഗൗരി ശങ്കർ പാണ്ഡെ എന്നാണ്. ഞാൻ ബുദ്ധി കൊണ്ടുള്ള കളിയെ കളിക്കാറുള്ളൂ. ഇത്തവണ ഞാൻ കളിക്കാൻ പോണ കളിയുണ്ടല്ലോ, ആർക്കും പിടികിട്ടാത്തൊരു തരം കളിയായിരിക്കും. കളി എന്റേതാണെന്ന് പോലും ആരും അറിയില്ല. എന്നുവെച്ചാ? ഗൗരിജിക്ക് എന്റെ നമസ്കാരം. നീ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്ക്. അപ്പോഴേക്ക് ഞാനൊന്ന് മുറുക്കിട്ട് വരാം. എന്റെ ഈ സഹോദരിമാർ എന്ത് തെറ്റാണ് ചെയ്തത്?
അത് വേറൊന്നുമല്ല. നിർഭാഗ്യവശാൽ ഇവരൊരു പ്രത്യേക ജാതിയിൽ ജനിച്ചുപോയി. ശാന്തവും സമാധാനവുമായി സ്വന്തം ഗ്രാമത്തിൽ ഇവർ മര്യാദയ്ക്ക് ജീവിച്ചുപോയി. അവനവന്റെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിനെയും സർക്കാരിനെയും ഇവർ അന്ധമായി വിശ്വസിച്ചു പോയി. പക്ഷേ ആ വിശ്വാസത്തിന്റെ വിലയായി, ഒരു പ്രത്യേക ജാതിക്കാരായി പോയതിന്റെ വിലയായി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് ഓർക്കണം. അതായത് ഇന്ന് ഈ ബീഹാറിന്റെ മണ്ണിൽ, ബുദ്ധന്റെയും മഹാവീരന്റെയും മണ്ണിൽ രക്തം വീണ് ചുവന്നിരിക്കുകയാണ്. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ ഒന്നോർക്കണം, ഭീമാ ഭാരതി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്നതിനോടൊപ്പം ആഭ്യന്തര മന്ത്രി സ്ഥാനം കൂടെ വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ സംഭവത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മുടെ ആവശ്യം ഇതാണ്, ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ കൊലകൾ നടത്തിയ ശങ്കർ മഹത്തോയെ 24 മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തിരിക്കണം. അതല്ല എങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയണം. നവീൻ കുമാർ ഭീമാ ഭാരതി മുർദാബാദ്, 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 മുർദാബാദ്. അങ്ങനെ നവീൻ സാറ് കളി തുടങ്ങിക്കഴിഞ്ഞു. പോലീസിനോട് പറഞ്ഞ് നാടകം അവസാനിപ്പിച്ചു കൊടുത്താലോ? ആണ് അവനും വേണ്ടതെന്ന് ഭാവം കണ്ടാൽ അറിഞ്ഞൂടെ. ഒരു കാര്യം ഉറപ്പാ മിശ്രാജി, നവീൻ സാറിന്റെ പല്ലില് മാത്രമല്ല വിഷയം. യാചനയല്ല, ഇനി യുദ്ധമാണ് ഉണ്ടാവാൻ പോകുന്നത്. നീതി കിട്ടാൻ വേണ്ടി ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. മുറൈന കൂട്ടക്കൊലയ്ക്ക് ശേഷം രാജ്യത്തൊട്ടാകെ ഭീം സിംഗ് സർക്കാരിനെതിരെ ജനരോഷം ഉയരുകയാണ്. പ്രതിപക്ഷ നേതാവും ബീഹാർ പീപ്പിൾസ് പാർട്ടി നേതാവുമായ താരകേശ്വർ കുമാർ മുറൈന കൂട്ടക്കൊലയെ ശക്തമായി അപലപിച്ചു. സർക്കാർ സംസ്ഥാന വ്യാപകമായി പോലീസ് നിയന്ത്രണം വർദ്ധിപ്പിച്ചതിനൊപ്പം ചില പ്രദേശങ്ങളിൽ കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മറുവശത്ത് മുറൈന കൂട്ടക്കൊലയിലെ മുഖ്യപ്രതിയായി കണക്കാക്കുന്ന ശങ്കർ മഹത്തോയും. ഹലോ, ആ മേത്താജി, അതെയോ? ശരി ശരി ശരി, പറഞ്ഞേക്കാം. അപ്പോഴേ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ആദരണീയനായ ശ്രീ ഗൗരീശങ്കർ പാണ്ഡെ അഥവാ കരിമൂർഖനും സമരപന്തലിൽ എത്തിയിട്ടുണ്ട്. ഫുൾ ടൈം MLA-മാരെ വിളിച്ചോണ്ടിരിക്കുക അത്രേ. വിളിക്കട്ടെ എന്ന്. എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഏയ്, ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നോ. ഡോക്ടറെ വിളിക്കണോ? അത്രയ്ക്കൊന്നും വേണ്ട മിശ്രാജി. ഈ കൊച്ചു കൊച്ചു അസുഖങ്ങൾക്കുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഹലോ, ആ ആ ബോറാജി പറയൂ. ഉണ്ടല്ലോ. ബോറാജിയാ ഡൽഹിന്ന്. സംസാരിക്കേ. നമസ്കാരം ഉണ്ട് ബോറ സാറേ. നമസ്കാരം നമസ്കാരം ഭീമാജി. അപ്പൊ എന്നെ പറ്റിയുള്ള പരാതികൾ അവിടെ എത്തിയല്ലേ? ഞങ്ങള് ജനങ്ങളുടെ പരാതിയെ കേൾക്കാറുള്ളൂ ഭീമാജി, അതായിരിക്കും ശരിയും. അപ്പൊ എന്താണ് അവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറ. കാര്യങ്ങൾ അല്പം ഗുരുതരമാണ്. താങ്കൾ ഒരു മുഖ്യമന്ത്രിയല്ലേ, താങ്കളെ ഭരിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. പക്ഷെ ഒന്ന് മാത്രം പറയും, രാജധർമ്മം പാലിക്കുക. നമസ്കാരം. എന്താ പറയുന്നേ? രാജധർമ്മം പാലിക്കണമെന്ന് പറയായിരുന്നു. നമ്മളും പഠിക്കണം രാജധർമ്മം.
എത്ര നേരമായി ഞാൻ കാത്ത് കാത്ത് നിൽപ്പൂ, ഒന്നിങ്ങ് പോരുമോ? വേഗം നീ വേഗമിങ്ങ് പോരുമോ? വേഗം വരൂ കൂട്ടുകാരാ. നമസ്കാരം ശങ്കർജി. ലാൽ സലാം. സാമദ്രോഹി, പോലീസിനെ കൊണ്ടുവന്നതല്ലേ? അല്ലല്ല ശങ്കർജി, അവൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഒരെണ്ണത്തിന് ഇവിടെ ഒന്ന് തള്ളടാ നായിന്റെ മക്കളെ. എടാ ഗോപാൽ, ഡോറ് തുറക്കടാ. എന്ത് പൂട്ടാടാ പൂട്ടി വെച്ചിരിക്കുന്നത്? ഓടാ, രക്ഷപ്പെട്ടോ. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പ്രേംകുമാറിനെ നക്സൽ നേതാവ് ശങ്കർ മഹത്തോവിന് 50 ലക്ഷം രൂപ കൈമാറുന്ന വേളയിൽ അവിടെ എത്തിയ ബീഹാർ പോലീസ് കൈയോടെ പിടികൂടി. നക്സൽ നേതാവ് ശങ്കർ മഹത്തോ കടന്നു കളഞ്ഞെങ്കിലും ഒട്ടേറെ ചോദ്യങ്ങളെ തിരോധാനം അവശേഷിപ്പിക്കുന്നു. മുറേന കൂട്ടക്കൊലയിൽ സ്വന്തം പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി നവീൻ കുമാറിന്റെ വിശ്വസ്തനായാണ് പ്രേംകുമാർ കണക്കാക്കപ്പെടുന്നത്. നവീൻ കുമാർ പ്രേംകുമാർ സഖ്യത്തിന് ശങ്കർ മഹത്തോയുമായി എന്താണ് ബന്ധം? മുറേന കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ലോകമറിയാത്ത എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? നവീൻ കുമാർ പറഞ്ഞിട്ടാണോ പ്രേംകുമാർ ശങ്കർ മഹത്തോവിന് പണം നൽകാൻ പോയത്? ഈ ഗൂഢാലോചന ഭീം ഭാരതി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. നവീൻ സർ, പറയൂ, ശങ്കർ മഹത്തോയും പ്രേംകുമാറും തമ്മിൽ നടന്ന മീറ്റിംഗ് താങ്കളുടെ അറിവോടെയാണോ നടന്നത്? നവീൻ സാറേ, പ്രേംകുമാർ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. താങ്കൾക്ക് ശങ്കറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതോടനുബന്ധിച്ച് താങ്കൾ രാജിവെക്കുമോ? സർ പ്ലീസ് പറയൂ, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? ഹലോ മന്ത്രി സാർ, വരൂ. അയ്യോ, എന്നെന്തിനാ അറിയുന്നേ? സാർ മറക്കരുത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യുന്നത്. സർക്കാരിന്റെ നിയമം ഒന്നും വിളമ്പാൻ നിൽക്കണ്ട. പ്രേംകുമാറിനെ ആരാ അങ്ങോട്ട് അയച്ചത്? അതുപോലെ പ്രേമും ശങ്കർ തമ്മിൽ കാണുമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞത്? എന്നോടാണോ തന്നെ തറക്കളിലേക്ക് കളിക്കുന്നത്? സ്റ്റേറ്റ് CID ഓഫീസിൽ നിന്ന് രാത്രി 1 മണിക്ക് വന്ന ഇൻഫർമേഷൻ ആയിരുന്നു. ശങ്കർ വരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ പോലീസ് അവിടെ ചെല്ലണ്ടേ? പ്രേം സാർ അവിടെ വരുന്ന കാര്യം ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പോടാ, എന്നോട് കള്ളം പറയാതെ. സാധാരണ നിങ്ങൾ പോലീസുകാർ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉന്തിത്തള്ളി വിട്ട പോലും പോകില്ലല്ലോ. ഇതിപ്പോ ശങ്കർ മഹത്തോയെ പിടിക്കാൻ വേണ്ടി കൃത്യസമയത്ത് അവിടെ എത്തിയല്ലേ? ഞാൻ ഒരു പൊട്ടനാണെന്ന് കരുതിയോളൂ. പുറത്ത് മീഡിയക്കാരാണെങ്കിൽ ചോദ്യം ചോദിച്ച് ശ്വാസം മുട്ടിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ മൊഴി തയ്യാറാക്ക്. എത്രയും പെട്ടെന്ന് തന്നെ മൊഴി എടുക്കാനാണ് തന്നോട് പറഞ്ഞത്. എന്നിട്ട് മീഡിയക്കാരെ വിളിക്കേ, ഞാനല്ല പ്രേംകുമാർ അയച്ചെന്ന് പറയേ. ചെയ്യടോ. നോട്ടെ, അത് ശരി. പക്ഷേ പ്രേം മൊഴി തന്നു കഴിഞ്ഞു. നിങ്ങൾ അയച്ചതാണെന്ന് അയാൾ പറയുന്നത്. ശങ്കറിന് പണം കൊടുക്കാനും പറഞ്ഞത്രേ. മീഡിയക്കാരോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിർബന്ധമാണെങ്കിൽ ഞാനിത് പറയാം. താൻ ഏതോ ജാതിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താനൊക്കെ തന്റെ സ്വജാതിക്കൊപ്പം മാത്രമേ നിൽക്കുള്ളൂ. തെണ്ടികള്. യൂണിഫോം വേണം, അതുപോലെ ജോലി വേണം, പാടം വേണം, കൃഷി ഇറക്കിത്തരണം, സബ്സിഡി വേണം, കടം അങ്ങോട്ട് എഴുതി തള്ളുകയും വേണം. പിച്ച എടുത്താലും ശരി ജാതിയുടെ പേരും പറഞ്ഞ് വൃത്തികെട്ട കളി കളിക്കുകയേ ചെയ്യുള്ളൂ ഈ തെണ്ടികളെല്ലാം കൂടി. വൃത്തികെട്ട കളിയോ?
ഇപ്പോഴും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കിച്ചണിൽ 2 മെസ് വർക്ക് ചെയ്യുന്നുണ്ട് മന്ത്രി സാറേ. ഉയർന്ന ജാതി കോൺസ്റ്റബിൾ പിന്നോക്ക ജാതി ഓഫീസർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ജാതി ബീഹാറിലെ ഏറ്റവും വലിയൊരു സത്യമാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ളവർക്കല്ലാതെ മറ്റാർക്കും അതുകൊണ്ട് പ്രയോജനം? തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഭീമാബാബുവിന്റെ പകരക്കാരനാവാമെന്നുള്ള മോഹങ്ങൾ മറന്നു കളഞ്ഞേക്ക്. ആരെങ്ങനെയൊക്കെ വിചാരിച്ചാലും അങ്ങേരുടെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റില്ല. ജയ് ഹിന്ദ്. അമ്മേ, സൂര്യൻ അസ്തമിക്കാറായി. ഇനിയെങ്കിലും ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങമ്മേ. നോക്കി, എല്ലാരും പോകുന്നുണ്ട്. എൻ്റെ ജഗദമ്പേ, എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ദീർഘായുസ് കൊടുക്കണേ. അവർ സുഖമായിരിക്കണേ. ഒരു ആപത്തും വരുത്തരുതേ. കാത്തോളണേ ദേവി. അയ്യോ, ചേട്ടാ, എന്താ ചേട്ടാ? അയ്യോ, അയ്യോ, എന്താ ചേട്ടാ? അയ്യോ, ചേട്ടാ.
Mm-hmm.